കീം റാങ്ക് ലിസ്റ്റ് പുനഃപ്രസിദ്ധീകരിച്ചതോടെ സംസ്ഥാനത്തെ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ ഇന്ന് തുടങ്ങും. അതേസമയം മാർക്ക് ഏകീകരണത്തിന് പുതിയ സമവാക്യം സ്വീകരിച്ചതിൽ വിവാദം തുടരുകയാണ്. പുതിയ രീതി സ്വീകരിക്കുന്നതിൽ മന്ത്രിസഭയിലും സംശയം ഉയർന്നു. 30-ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ ചില മന്ത്രിമാർ പുതിയ രീതി ഈ വർഷം വേണോ എന്ന് ചോദിച്ചു. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോൾ ചെയ്യുന്നുണ്ട്. ആന്റണി, പരാതി പ്രവാഹങ്ങളാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. മന്ത്രിസഭയിലടക്കം ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം. കൂടുതൽ വിവരങ്ങൾ. തീർച്ചയായും ഹൈക്കോടതിയുടെ ഉത്തരവിന് പിന്നാലെയാണ് ഇന്നലെ പുതുക്കിയ കീമിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത്. ഏതായാലും അതിന് പിന്നാലെ വലിയ രീതിയിലുള്ള ആരോപണങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളും ഒക്കെ ആ ലിസ്റ്റുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്. പ്രധാനമായും ഈ ധൃതി പിടിച്ച് പുതിയ രീതി, അതായത് മാർക്ക് ഏകീകരണത്തിന് വേണ്ടി ഉള്ള സമവാക്യം, അതിന് നിലവിലെ രീതിക്ക് പകരം പുതിയ രീതി സ്വീകരിച്ചതിൽ സർക്കാർ അമിത ഒരു ധൃതി കാണിച്ചു എന്നുള്ളതാണ് പ്രധാനമായും ഉയരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. പ്രധാനമായും ഇപ്പോൾ ഇന്ന് പുറത്തു വന്നൊരു കാര്യം, മന്ത്രിസഭാ യോഗത്തിലടക്കം നിലവിൽ ആദ്യ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കാൻ സ്വീകരിച്ച പുതിയ സമവാക്യം അത് ഇപ്പോൾ ഈ വർഷം തന്നെ വേണോ എന്ന് CPIയുടെ മന്ത്രിമാരടക്കം ചോദിച്ചിരുന്നു. പക്ഷേ അത് തള്ളിക്കൊണ്ടാണ് പിന്നീട് പൊതു താല്പര്യം മുന്നിൽ നിർത്തിക്കൊണ്ട് ഈ പുതിയ സമവാക്യം ഉപയോഗിച്ചുകൊണ്ട് തന്നെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. പക്ഷേ അത് കോടതി തള്ളുകയും ചെയ്തു. ഏതായാലും കനത്ത തിരിച്ചടി നേരിട്ടിരിക്കുന്നത് ഈ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികൾക്കാണ്. ഈ നേരത്തെ 43 പേരാണ് ആദ്യ 100 പേരുടെ റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ അത് 21 ചുരുങ്ങി. 1-ാം റാങ്കിൽ ഉണ്ടായിരുന്ന വിദ്യാർത്ഥി 7-ാം റാങ്കിലേക്ക് മാറി. അങ്ങനെ വലിയ രീതിയിൽ അടിമുടി ഒരു മാറ്റമാണ് റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിട്ടുള്ളത്. ഏതായാലും ഈ സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾ സുപ്രീം കോടതി അടക്കം സമീപിക്കാനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ വേണ്ടി കഴിയില്ല. ഏതായാലും സംസ്ഥാന സർക്കാർ ഈ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രകാരം തന്നെ എഞ്ചിനീയറിംഗ് പ്രവേശനവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പ്രവേശനത്തിന് വേണ്ടിയുള്ള ഓപ്ഷനുകളുടെ രജിസ്ട്രേഷൻ ഇന്ന് തന്നെ ആരംഭിക്കും. അടുത്ത ദിവസങ്ങളിൽ വലിയ താമസമില്ലാതെ അടുത്ത ഓപ്ഷൻ രജിസ്ട്രേഷനുകളും നടത്താനാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും ഇന്നലെ തന്നെ ഇനിയൊരു അപ്പീലിലേക്ക് പോകേണ്ടതില്ല എന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്നലെ രാത്രി തന്നെ പഴയ സമവാക്യം ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ഈ +2-ലെയും അതുപോലെ തന്നെ ഈ എൻട്രൻസ് പരീക്ഷ കീം പരീക്ഷയിൽ ലഭിച്ച മാർക്കുകൾ തമ്മിൽ ഏകീകരിക്കാൻ ഉപയോഗിക്കുന്ന ആ ഒരു സമവാക്യം, പഴയ സമവാക്യം 2011 മുതൽ കീം പരീക്ഷയിൽ സ്വീകരിച്ചു വരുന്ന ആ രീതി തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇന്നലെ പുതിയ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. ഏതായാലും അതിൽ തന്നെ ഇനിയിപ്പോൾ അഡ്മിഷൻ നടപടികളുമായി മുന്നോട്ട് പോകുന്നു. അതേസമയം ഈ സ്റ്റേറ്റ് സിലബസിലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വലിയ തിരിച്ചടി നേരിട്ടപ്പോൾ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ ഏതാണ്ട് 79 വിദ്യാർത്ഥികളാണ് CBSE വിഭാഗത്തിൽ നിന്ന് ആദ്യ 100 പേരിൽ ഉൾപ്പെട്ടത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. ശരി ആന്റണി.